ഹലോ. ഹലോ. ഇന്നലെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. അല്ല ഇന്നലെ മറ്റേ കുളിച്ചെല്ലാം തിന്ന് പോയതിന്റെ സന്തോഷത്തിൽ ഇരിക്കുമായിരിക്കുമല്ലോ വിചാരിച്ചാണ്. ഇന്നലെ ഞാനും ഉമ്മയും പോയിട്ട് വരുമ്പോ എന്നാ പറയണ്ടേ, ബസ്സിൽ ഒട്ടാകെ പ്രശ്നം. ഒന്നും പറയണ്ട, നല്ല തിരക്കുള്ള ബസ്സിലാണ് കയറിയത്. നിന്റെ ഭാഗത്ത് പോകുന്ന ബസ്സെല്ലാം നല്ല തിരക്കന്നെയാണല്ലോ ഇപ്പം കാണല്. ആ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. നോക്കുമ്പോ ഉമ്മ മുമ്പിൽ അങ്ങ് നിന്ന് അനക്കിട്ട് ബാക്കി ബാക്കിൽ കൊറേ ഇങ്ങനെ ആണുങ്ങളൊന്നും ബസ്സിൽ പിന്നെ ആണുങ്ങൾ ഉണ്ടാവില്ലേ? ആണുങ്ങളുള്ളതല്ലല്ലോ. ഓണത്തിനൊക്കെ ഉണ്ടെങ്കിൽ ശല്യം എന്ന് പറയണ്ട. ശല്യം അങ്ങനെ ഈ പിന്നെ തിരക്കുള്ള ബസ്സില് എന്ന് പറയണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കിയിട്ട് കളിക്കുക മറ്റേ എന്ന് പറയണ്ട ഇങ്ങനെ കളിക്കുക വരുത്തിയിട്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരിൽ ഇപ്പൊ ഉണ്ടോ? ഉണ്ടായിരിക്കും. അമ്മ ചിലപ്പോ വീട്ടില് ഒന്നും ഇല്ലാതെയിരിക്കും, കളിക്കാൻ ഗ്രൗണ്ടും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല അതിന് മാത്രം ഈ തിരക്കുണ്ടായിരുന്നു ബസ്സില് അത്രക്ക്. ഒരുപാട് ആളുണ്ട്. നീ ബാക്കോട്ട് നിന്നിട്ട് മുമ്പിലെങ്ങാൻ ഒന്നുകൂടിയോ? മുമ്പിലൊന്നും കേറാൻ സ്ഥലമില്ല. ഉമ്മ എങ്ങനെ ലോഞ്ചിട്ടേക്ക് അങ്ങ് കയറി, അത് പോലും ആവില്ല. അങ്ങനെ ബാക്കിൽ കുറച്ച് സ്ഥലം കണ്ടിട്ട് അവിടെ നിന്ന്. ഞാനറിയാം ഇങ്ങനത്തെ ആളുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഈ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ നിന്നെ പോലത്തെ ഒരെണ്ണത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാല് ആൾക്കാര് എന്താ പറയാ, അലോക്ക് ഈച്ച പറ്റും പോലെ വന്ന് പറ്റും. മാത്രല്ല കാണുമ്പോ നിന്റെ കളിഭാഗവും കളിസ്ഥലെല്ലാം അങ്ങ് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടായിരിക്കൂലേ? അങ്ങനെയായിരിക്കുവാ അമ്മ എനക്കറിയില്ല, അതുകൊണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബസ്സിലുണ്ടാവും. ഇപ്പൊ ബസ്സിൽ അങ്ങനത്തെ സംഭവം ഒന്നും പറഞ്ഞ് കേൾക്കലില്ല. എന്നാലും ഈ തിക്കിലും തിരക്കിലും ഇങ്ങനെ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. നല്ല പ്രായമുണ്ടോ? കുറച്ച് നല്ല പ്രായമൊന്നും പറയാൻ പറ്റില്ല. ഒരു 10-50 വയസ്സുണ്ടാവുക. അധികമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ കുറച്ച് ഇളക്കം കൂടുതലാണ്. പിന്നെ വീട്ടിലും അത്ര ഇതുണ്ടാവില്ലായിരിക്കും കളിക്കാനുള്ള. കളിക്കാരനായിരിക്കും, വീട്ടില് ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നല്ല കളിക്കാരനായിരിക്കും, പക്ഷെ ഗ്രൗണ്ടും ഇല്ല കോർട്ടും ഇല്ലാണ്ട് നടക്കുന്നായിരിക്കും. എവിടുന്നെങ്കിലും ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ഒരു കളി നടത്തി പോകാൻ നിൽക്കുന്ന ആൾക്കാരാ. എന്നിട്ട് എന്നാ ചെയ്തേ? അയാളിങ്ങനെ മുട്ടി വരുമ്പോ തൊടുക ചെയ്യാം. പിന്നെ എന്റെ മിൽമിയും മറ്റേന്ന് പറയണ്ടേ നെൽവേദന തൊട്ടാ. എന്നാ പിന്നെ എനിക്കൊന്ന് കൊടുത്തുകൂടെയോ ഒരു കളി? കൊടുക്കാൻ പിന്നെ കുറച്ച് പ്രായവും ഉണ്ട്. ഞാൻ ചേച്ചി കളിക്കാൻ കൊടുക്കാനാ? അതല്ല. അയാളൊരു ആഗ്രഹമായിരിക്കൂലേ? എനിക്ക് പറഞ്ഞൂടെ ചേട്ടൻ നല്ല കളിക്കാരനാണോ, എന്നാ എന്റെ കൂടെ ഇങ്ങ് പോവാ, ഞാൻ നമുക്കൊരു കളി കഴിഞ്ഞിട്ട് പോവാന്നിട്ട് കൂട്ടിയിട്ടൊന്ന് പോയി കൂടെയോ? പിന്നെ അല്ല എന്നിട്ട് ആള് കൂട്ടി ചിലപ്പോ വരും ഇത് ആ ബാറിന്. എന്നിട്ട് എവിടെയും കൂട്ടിക്കൊണ്ട് നല്ല കളി കൊടുക്കുക. അതവിടെ തീരണം. അതവിടെ തീരണ്ടാണ്. പിന്നെ ഇത് കുറച്ച് പ്രായമുള്ള മനുഷ്യനല്ലേ വിചാരിച്ചിട്ടങ്ങ് വിട്ടതാ. അങ്ങനെ വിചാരിക്കുന്നോണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് നിന്റെ ആള് വല്ലാണ്ട് കളിക്കാൻ ശ്രമിച്ചാ ഇടങ്ങാറുമ്പോ അതല്ലേ ഞാൻ നോക്കി ഇതാക്കിയത് എന്ന് പറയണ്ടേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ അയാളെ നോക്കുമ്പോ ആള് കുറച്ചേരം കണ്ടിക്കും, കളിക്കാണ്ടെല്ലാം നോക്കും. പിന്നെ കുറച്ച് ഇതാവുമ്പോ ആദ്യം തുടങ്ങും. നീ ഒന്നും പറയാതെ ആള് വെച്ചിട്ടുണ്ടായി. ഇത് ഏതാണ്ട് കളിക്കാൻ പറ്റിയ കോർട്ടാണ്, കിട്ടുന്ന കോർട്ടാണ് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിചാരിക്കല് കളിക്കാൻ പറ്റിയതാ. കളിക്കാൻ പോകുന്നുണ്ടോ? നീ എപ്പോട് പറയണ്ടേ?
ഏ എന്നാ വേണ്ടത് കേൾക്കണം ഒന്നും വേണ്ടില്ല. ചോദിച്ചി എന്നിട്ടെന്നാ പറഞ്ഞേ? അയാള് ഒന്നും അനുഭവമൊന്നുമില്ല. എന്നിട്ട് ഇത് വേറെ ബസ്സൊന്നും ആരും കേട്ടിട്ടൊന്നുമില്ല, കാണുന്നില്ല? ബസ്സൊന്നും ആരും കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇയാളെ നോക്കി കുറച്ച് മുമ്പോട്ട് അങ്ങ് പോകട്ടെ ചെയ്തിട്ടെങ്കിൽ അതും കഴിയുന്നില്ല. തിരക്കല്ലേ, അങ്ങനെയുണ്ട്. ആരും ഇറങ്ങുന്നില്ലേ? ബസ് വിട്ട് കഴിഞ്ഞാൽ കേറുന്നില്ലേ? സ്റ്റോപ്പും കുറവല്ലേ അങ്ങോട്ടേക്ക്? സ്റ്റോപ്പ് കുറവാണ്. പിന്നെ അതിനനുസരിച്ച് അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാം മുമ്പോട്ട് നിൽക്കുന്നു. ഞാൻ പിന്നെ ബാക്കോട്ട് തന്നെയാണ്. അതായത് നല്ല ഗുണമായല്ലേ? ബാക്കിൽ ഇങ്ങനെ ഞാൻ പോകുന്നതിനാ ഒന്നും പറയണ്ടേ. കളിക്കുന്നത് അധികം മുമ്പോട്ട് മുട്ടിച്ച് കളിക്കുന്നുണ്ടാവും. മുട്ടിച്ചിട്ട് കളിക്കുന്നു. ലാസ്റ്റ് നോക്കിയാ കോർട്ടിൽ തേനൊന്നും വലിച്ചിട്ടല്ലോ? ഒന്നുമില്ല. പാലൊന്നും പൊട്ടിത്തെറിച്ചിട്ടല്ലോ അയാളെ ഭാഗത്തുനിന്ന് കളിക്കുമ്പോ? എന്റെ ഇതിലൊന്നുമില്ല. അല്ല, അത്രക്ക് ഭയങ്കരനായിരിക്കുമല്ലോ എന്നാല് ഈ വീരൻ കളിക്കാരൻ. അങ്ങനത്തെ കളിയല്ലേ കളിക്കുന്നു. നീ അറിയുന്നുണ്ടോ ഇത്? അയാളെ മറ്റേ കളിക്കോലും കൊണ്ട് മുന്നോട്ട് എവിടെയും തട്ടീനാ? എന്നാ പിന്നെ പോട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചോട് കഴിഞ്ഞിട്ട് അനങ്ങാടെ നിന്നാ പറയാ എനിക്ക് കളി കഴിഞ്ഞു. അല്ലേ പിന്നെ എന്ത് വേണം ബസ് അപ്പാട് ചൊറയാക്കാൻ? എന്താ ഒരു കളിക്കാരിങ്ങനെ അലമ്പാക്കുന്ന പറഞ്ഞിട്ട് ചൊറയാക്കാൻ പറ്റിയ ഇതാ? ആരോടും പറയാൻ പറ്റുമോ? നാണക്കേട്. അന്നേരം ആള് മൊത്തം ചിലപ്പോ ഇത് നിന്നെ പറയാ, ഓള് വലിയ കളിക്കാരത്തി, ഓക്കൊന്നും അറിയില്ല. നേരെ ഫുള്ള് ആ കളിക്കാരൻ്റെ ഒപ്പരാണ് ആൾക്കാരെ നിൽക്കുക. അധികം അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ കുറ്റം പറയും തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്നും അനങ്ങിയില്ല. കളിച്ചിട്ട് പോകും. അല്ല, പണ്ടല്ലോ ഇങ്ങനെ അതിനായിട്ട് ആൾക്കാർ ബസ്സില് കളീന്റെ ഭാഗമായിട്ട് കയറി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടോന്നുള്ളതാണ് സംശയം. ഇപ്പൊ അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ടോ? അതല്ലേ ഞാൻ ഇങ്ങനെ ബാക്കിൽ നിന്നു. ധൈര്യത്തിൽ പോയിട്ട് നിന്നു. ധൈര്യം അയാള് വിചാരിച്ച് ഇവള് ആരെയും കൊണ്ടൊന്ന് കളിപ്പിക്കാനോ അല്ലെങ്കിൽ പിടിക്കാൻ നോക്കിയതാണ്. അപ്പൊ ഞാൻ അയാളെ തുറച്ചു നോക്കി. കുറച്ച് അനങ്ങാണ്ട് നിന്റെ നാട്ടിലേക്ക് പോകുന്ന ഹോസ്റ്റലിലെ നിന്റെ നാട്ടിൽ എനിക്ക് അറിയുന്നേരെങ്കിലും ആയിട്ട് പോയാ? അറിയുന്നില്ല. അറിയുന്ന എനിക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ ചെയ്യുമോ? എനിക്ക് നീ എപ്പാട് ആൾക്കാരോട് പറയണേ അയാളിങ്ങനെ ഇത് ആവശ്യമില്ലാതെ നടന്ന് കളിക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നാളെ കിടാൻ പറ്റില്ല. ഇനിയിപ്പോ അയാള് നിന്നെ നോട്ടോട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോ ഇതേ കളി വീണ്ടും കളിക്കാൻ നോക്കും. ഞാൻ ഇനി ബസ് കയറി നിർത്താന്നിരിക്കുന്നു. പിന്നെ എങ്ങനെയാ പോവാ? നിനക്കും ഇത് വണ്ടി ഓടിക്കാറില്ല, എന്റെ കെട്ടിയവനും അറിയില്ല. ഞാൻ അറിഞ്ഞിട്ട് വേണോ പിന്നെ ഓട്ടം പിടിച്ചിട്ട് വേണേ? ഓട്ടോ പിടിച്ചിട്ടോ കാറ് പിടിച്ചിട്ടോ എങ്ങനെയോ. അതാണ് ഇതിന്റെ പ്രശ്നങ്ങള്. പക്ഷെ എല്ലാ ബസ്സിലൊന്നും അങ്ങനെയില്ല കേട്ടാ. എല്ലാ ബസ്സിലൊന്നും അങ്ങനെയില്ല. അത് ബസ്സിന്റെ കുഴപ്പമില്ല. എല്ലാരും അങ്ങനെയൊന്നുമല്ല. കയറുന്ന ആൾക്കാരല്ലേ, അത് ചില ആൾക്കാരങ്ങനെ ഉണ്ടാവും. കുറച്ച് ഇളക്കമുള്ള ആൾക്കാരുണ്ടാവും കളിക്കണം. അതെ, ഈ ചിലപ്പോ എനിക്ക് കളിക്കാൻ ആൾക്കാരില്ലാതെ ആളായിരിക്കും. വീട്ടിലെ ഗ്രൗണ്ട് ക്ലിയർ ഉണ്ടാവും, അവരെ കളി നടക്കുന്നുണ്ടാവില്ല. മറ്റേന്ന് പറയണ്ടേ ഇതുള്ള അവരാണ്. എല്ലാരെയും ഒന്നുമല്ല ഞാൻ പറയുന്നു. 100-ലൊന്നും അങ്ങനെയുണ്ടോ? ഇപ്പൊ അടുത്തുള്ള ഞാൻ ഇടക്കെല്ലാം ബസ്സിൽ പോകുന്നില്ലേ? ഇതൊന്നും ഇതുവരെ ഒന്നുമില്ലേ? ഒന്നും പറയാണ്ട് ഒരു ആരോടൊക്കെ പറഞ്ഞിട്ട് പറയാനൊന്നും പിന്നെ ഞാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മളെ സ്റ്റോപ്പ് എത്താണ്. ആളെ തന്നെയുള്ള
അയാൾ അതിൽ തന്നെ അതിൽ അല്ല കളിക്കും. അന്നേരം അത് നീ പോയല്ലോ. വേറെ ആളെ കളിക്കാൻ കിട്ടുമല്ലോ. ആ കളിക്കാൻ കിട്ടും. ആ ജാക്കി വീരം മാറും. ജാക്കി പണ്ടത്തെ ജാക്കിയാണ്. പിന്നെ ഞാൻ സ്റ്റോപ്പ് എത്തിയത് ഞാനാടെ ഇറങ്ങി. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഇപ്പം ബസ്സിൽ ഉണ്ടോന്നുണ്ടോ? അതന്നെ അതന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഭയങ്കര സംഭവം കേട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറയാൻ ഞാൻ വിളിച്ചു. ആ അത് വേറൊരു കാര്യം ഇതിനകത്തുള്ളേ. ഇന്നലെ നീ അന്ന പറഞ്ഞോണ്ട് കൊതിപ്പിച്ചിട്ട് പോയല്ലേ കുൽപ്പിയൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോ അത് നീ ഫോണിൽ ചിലപ്പോ അയാൾ എടുക്കുന്ന നിന്ന് കേട്ട് നിന്റെ പറയാൻ വന്നിരിക്കും കേട്ടോ ചിലപ്പോ. പറയാൻ പറ്റില്ല. നീ എന്നെ കൊതിപ്പിക്കുന്നില്ല. അയാള് ഫോണിൽ പെടുന്നെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം. അങ്ങനെ ഇതിന്റെ ഒപ്പം തന്നെ ശരിയായിരിക്കും കേട്ടാ. ഇതൊരു അമ്മ പറയാൻ മതി ഇതൊരു കളിക്കുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഒരു പ്രാവശ്യം വരാനേ നോക്കും. കോട്ടന്റെ വലിപ്പെല്ലാം പുറത്തു തന്നെ മനസ്സിലാവുമല്ലോ കാണുമ്പോ. ഓ ഇതൊരു കളിക്കുള്ള കോട്ട തന്നെയാണോ. അതുകൊണ്ടായിരിക്കും എന്തായിരിക്കും കളിക്കാൻ കിട്ടൂല കേട്ടാ കോർട്ട്. അല്ല കാണുമ്പോ പറയുന്നത് നീ വിളിക്കുന്ന കേട്ടണം. അങ്ങനെ കളിക്കാൻ കിട്ടാതുകൊണ്ടാണല്ലോ പുറത്തിനകത്ത് കയറാനായിട്ട് അറിയുന്നോണ്ട് ഒന്ന് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കണ്ട്. അല്ലാതെ അങ്ങനെ പോയതായിരിക്കും കിട്ടൂലെന്ന് അറിയുന്നുണ്ട്. ഞാൻ കേറുമ്പോ ആളുണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞപ്പോ നീ അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. ചിലപ്പോ നീ ഫോൺ ചെയ്യുമ്പോ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ആള് നിന്റെ പുറകെ തന്നെ വരൂല്ലേ. അതൊന്നുമല്ല. അത് കുറച്ച് മറ്റേ ഇതുള്ള കളിക്കാൻ ടീമൊക്കെയാണ്. പൊട്ടിക്കുന്ന ടീമാണെന്നല്ല 90% ആൾക്കാരും ഇതിന് മുട്ടിക്കുന്ന ആൾക്കാരനെയാണ് ഇപ്പം. എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. നിങ്ങളെ അങ്ങനെ തന്നെ ആയിരിക്കില്ല. കറക്റ്റായിട്ട് കളി കിട്ടാത്ത ആൾക്കാരാകുമ്പോ ആയിരിക്കും എന്തായാലും വേറെ പ്രശ്നമൊന്നായിട്ടല്ലോ. പ്രശ്നമൊന്നുമില്ല. ഇനി തന്നെ ബസ് കയറുമ്പോൾ ബാക്കിൽ നിൽക്കണ്ട മുമ്പിൽ നിന്നാ കേട്ടാ. നോക്കിട്ടേ നിൽക്കും. പിന്നെ മെരുമയെല്ലാം പിടിച്ച് പൊട്ടിച്ചിട്ട് എല്ലാം വിളിച്ച് കുത്തിയൊക്കെ പോകും. അതിന് പിന്നെ ആരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഉണ്ടാവില്ല ചില പത്തയ്ക്ക് ഒന്നും ഉണ്ടാവും എല്ലാം പൊട്ടിച്ച്. അതന്നെയാണ് ഇന്നലെ സംഭവിക്കണ്ടേ. എന്താ പറഞ്ഞ അപ്പൊ അടുത്ത കുൽച്ചീന്റെ സമയം ഉണ്ടാക്കിട്ട് വിളിക്കാം. ഉണ്ടാക്കിട്ട് വിളിക്കാം. എന്നാ ശരി. പണി നടക്കട്ടെ.